name. Use the this account. Stand the booty high, 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 high. Stand the booty high, 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 high. We want that thing. സുഹൃത്തുക്കളെ, ഇതൊരു സർക്കാരിന്റെ കഥയല്ല. ഇത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അടിത്തറ എങ്ങനെ തകരുന്നു എന്ന് പറയുന്ന കഥയാണ്. ജനാധിപത്യം പതുക്കെ ഇല്ലാതായി. മതേതരത്വം ചോദ്യം ചെയ്യപ്പെട്ടു. വർഗീയത രാജ്യം മുഴുവൻ നിറഞ്ഞു. പ്രചാരണ രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയിൽ ഭരണമായി മാറിയിരിക്കുന്നത്. വോട്ടുകൾ മോഷ്ടിച്ചു എന്ന ആരോപണങ്ങൾ ഉയരുന്നു. SIR പോലുള്ള സംവിധാനങ്ങൾ സംശയത്തിലായി. വോട്ടർ ലിസ്റ്റുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന പരാതി ഉയരുന്നു. പണം കൊടുത്ത് വോട്ട് വാങ്ങിയെന്ന ആരോപണങ്ങൾ രാജ്യം മുഴുവൻ ഇപ്പോൾ കേൾക്കുന്നു. എന്നാൽ കേന്ദ്രത്തിൽ നേതൃത്വ മാറ്റത്തിന്റെയും ഏതാണ്ട് ഭരണമാറ്റത്തിന്റെയും തീ ഇപ്പോൾ പയ്യെ കത്തി പടരുന്നുണ്ട്. അതായത് 2026-27 ഇന്ത്യയിൽ ഭരണമാറ്റം സംഭവിച്ചാൽ രാജ്യം ഒരുമിച്ച് ഒരു ചോദ്യം ചോദിക്കും. ഈ ദുഷ്ടപ്രക്രിയക്ക് എല്ലാത്തിനും പിന്നിൽ നിന്ന വ്യക്തിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമോ എന്ന വലിയ ചോദ്യം. അങ്ങനെയായാൽ ആരെയാകും ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്? ഈ ചോദ്യം നിങ്ങളെ കൂടുതൽ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഓരോ വാക്കും നിങ്ങൾ കേൾക്കാതെ പോകരുത്. എല്ലാം വ്യക്തമായി മനസ്സിലാക്കി ഇവിടെ പറഞ്ഞു തരാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. അങ്ങനെ ഈ വാർത്ത ഒരുപാട് പേരിലെത്തുവാൻ നിങ്ങളുടെ ഓരോ ലൈക്കും ഈ വീഡിയോയെ സഹായിക്കും എന്ന് വിനീതമായി അറിയിക്കട്ടെ. സുഹൃത്തുക്കളെ, 2026-2027 ഇന്ത്യയിൽ ഭരണമാറ്റം സംഭവിച്ചാൽ രാജ്യമെമ്പാടും ഒരൊറ്റ ചോദ്യം മാത്രമായിരിക്കും ഒഴുങ്ങുക. അത് പ്രതികാരത്തിന്റെ ഒരു നിലവിളി ആയിരിക്കില്ല. അത് രാഷ്ട്രീയ ആവേശത്തിന്റെ മുദ്രാവാക്യവുമാകുകയില്ല. ഒരു രാജ്യത്തിന്റെ മനസാക്ഷി തന്നെ ചോദിക്കുന്ന ഏറ്റവും വലിയ ഗൗരവമുള്ള ഉത്തരവാദിത്വ ചോദ്യം തന്നെയായിരിക്കും അത്. ആദ്യം അറസ്റ്റ് ആരെയാകും? ഇത് കേരളത്തിന്റെ മാത്രം ചോദ്യമല്ല. ഡൽഹിയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഇന്ന് ഒരേ സംശയമുള്ള ആളുകൾ അതേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു പാർട്ടിക്കെതിരായ ചോദ്യമല്ല. ഇത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോടുള്ള നേരിട്ടുള്ള ചോദ്യം തന്നെയാണ്. സുഹൃത്തുക്കളെ, ഈ ചോദ്യം ഉയരുന്നത് ആരെയും വെറുക്കുന്ന കൊണ്ടല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയിൽ നടന്ന ചില കാര്യങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം വേണം എന്ന ന്യായമായ ആവശ്യത്തിലാണ് ജനങ്ങൾ ശബ്ദം ഉയർത്തുന്നത്. ഇത് ഒരു വ്യക്തിക്കെതിരെ അല്ല, ഇതൊരു സംവിധാനത്തോടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നില്ല. വോട്ട് ചോരി എന്ന ആരോപണങ്ങൾ, തെരഞ്ഞെടുപ്പ് സമയത്തെ അസാധാരണ ക്രമക്കേടുകൾ, SIR പോലുള്ള സംവിധാനങ്ങളിൽ നടന്നതായി ആരോപിക്കുന്ന തിരിമറികൾ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നു എന്ന ഗുരുതരമായ സംശയങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് ഇന്ന് രാജ്യം ഈ ചോദ്യം ചോദിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ചേർന്നതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ. എന്നാൽ അത് പതുക്കെ പക്ഷേ ഭയാനകമായ അപകടകരമായി കുലുങ്ങുന്ന ഒരു വലിയ ചിത്രമായി അതിപ്പോൾ മാറിയിട്ടുണ്ട്. ഇതൊരു ചെറിയ പിഴവല്ല. ഇത് ഒരിടത്ത് നടന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പാണ്. അതെല്ലാം അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞ് ഇനി വെട്ടിത്തള്ളാൻ കഴിയുകയുമില്ല. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസത്തെ തന്നെ തകരുമ്പോൾ അതൊരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്നില്ല, രാജ്യം മുഴുവൻ അത് അസ്ഥിരമാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പാർട്ടിയുടെ പ്രശ്നമല്ല, ഇതൊരു സർക്കാരിന്റെ പ്രശ്നവുമല്ല. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ അറിയേണ്ടത്. രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളുടെ കാര്യവും സംശയത്തിന്റെ നടുവിലേക്ക് എത്തുന്നത്. ED, CBI, IT പോലുള്ള ഏജൻസികൾ നിയമത്തിന്റെ ആയുധങ്ങളായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാജ്യം തുറന്നു ചോദിക്കുന്നു,
ഈ ആയുധങ്ങൾ കുറ്റകൃത്യങ്ങൾ തടയാനാണോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ശബ്ദങ്ങളെ പേടിപ്പിക്കാനാണോ ഇപ്പോൾ രാജ്യത്ത് ഉപയോഗിക്കുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന റെയ്ഡുകൾ, അതിനുശേഷം വർഷങ്ങളോളം നീളുന്ന കേസുകൾ, ചില ഫയലുകൾ ആരും തൊടാതെ ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഏജൻസികൾ ഒന്നും തന്നെ രാജ്യത്തെ പണമുള്ള ചില വലിയ വ്യക്തികളുടെ അടുത്ത് തൊട്ടുപോലും നോവിക്കാതെ നിൽക്കുന്ന സത്യവും നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അതിനാലാണ് ഏജൻസിയെ മിസ്യൂസ് എന്ന സംശയം ഇന്ന് പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമായി മാറിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് BJP മാത്രം എതിർക്കുന്നവരുടെ ചോദ്യമല്ല. ഇത് BJP പിന്തുണയ്ക്കുന്നവർക്കും ഇന്ന് ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങിയിട്ടുണ്ട്. സ്ഥാപനങ്ങൾ ശരിക്കും സ്വതന്ത്രമാണോ എന്ന സംശയം. ഇത് സോഷ്യൽ മീഡിയയിലെ കോടിയിൽ ഒതുങ്ങുന്ന ഒരു ചർച്ചയാകില്ല. ഇത് ഇന്ത്യയുടെ മധ്യവർഗ മനസ്സിൽ പോലും പതുക്കെ മുളച്ചുയരുന്ന ഗൗരവമുള്ള ഒരു സംശയമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു വരുന്ന യഥാർത്ഥ ചോദ്യം ശക്തമായി ഉയരുന്നത്. ഭരണമാറ്റം വന്നാൽ രാജ്യം ആദ്യം ചോദിക്കുക ഒരു കാര്യം മാത്രമാണ്: ആരുടേതായിരുന്നു നിർദ്ദേശം? ആർക്കായിരുന്നു ലാഭം? ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദി? പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല. മണിപ്പൂരിൽ മാസങ്ങളോളം അക്രമവും കൂട്ടക്കൊലയും നടന്നു. സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു. ലോകം മുഴുവൻ ആ ദൃശ്യങ്ങൾ കണ്ടു. പക്ഷേ ഭരണകൂട പ്രതികരണം വൈകി. ചില ഘട്ടങ്ങളിൽ മൗനം തന്നെയായിരുന്നു മറുപടി. ഭരണമാറ്റം വന്നാൽ ഇന്ത്യ തുറന്നു ചോദിക്കും: ഇത് തടയാൻ എന്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് സാധിച്ചില്ല? ആരാണ് അതിന് ഉത്തരവാദി? ആർക്കാണ് ഈ രാജ്യത്തോട് അതിന് മറുപടി പറയേണ്ടത്? ഇതുപോലെ തന്നെ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യമാക്കി നടന്ന അക്രമങ്ങൾ ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നില്ല. അത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മതേതരത്വം നേരിടുന്ന നേരിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ ഇവിടെ? അല്ലെങ്കിൽ ചിലർക്ക് മാത്രം കർശനമായ നിയമവും മറ്റു ചിലർക്കിടയിൽ മൗനവുമാണോ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്? സുഹൃത്തുക്കളെ, ഈ ചോദ്യം ഇന്ന് ചോദിക്കുന്നത് സഭ മാത്രമല്ല, ഇന്ത്യയുടെ മനസ്സാക്ഷി ചോദിക്കുന്ന ഗൗരവമുള്ള ഒരു ചോദ്യമായി ഇത് മാറിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ വിദേശ നയത്തിലേക്കുള്ള ചർച്ചയും ശക്തമാകുന്നത്. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ വിദേശ നയം തകർന്നുവെന്ന ആരോപണം ഇന്ന് നമ്മുടെ രാജ്യത്തിനുള്ളിൽ മാത്രം ഉയരുന്ന ഒരു വസ്തുതയല്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് തുറന്ന ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ വഷളായി മാറിയിരിക്കുന്നു. പല രാജ്യങ്ങളിലും ഇന്ത്യയെ ഒരു പ്രശ്ന ബിംബമായി കാണാൻ അവർ തുടങ്ങിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് പരസ്യമായി പറഞ്ഞ വാക്കുകൾ രാജ്യത്തെ നടുക്കിക്കളഞ്ഞത്. ആ വാക്കുകളുടെ മുന്നിൽ പ്രധാനമന്ത്രിയുടെ മൗനം ഒരു വ്യക്തിയുടെ മൗനം മാത്രമായിരുന്നില്ല സുഹൃത്തുക്കളെ. അത് ഇന്ത്യയുടെ ആത്മാഭിമാനം തന്നെ ലോകത്തിനു മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു ചരിത്ര സംഭവമായി മാറി. അപ്പോഴാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം വീണ്ടും ഉയരുന്നത്: ഭരണമാറ്റം വന്നാൽ രാജ്യം അത് വീണ്ടും തുറന്നു ചോദിക്കും. ഇന്ത്യയുടെ വിദേശ നയം ആരുടെ കരങ്ങളിലായിരുന്നു? രാജ്യത്തിന്റെ താല്പര്യങ്ങളാണോ അവിടെ നിർണയിക്കപ്പെട്ടത്? അല്ലെങ്കിൽ രാഷ്ട്രീയ കണക്കൂട്ടലായിരുന്നോ? ഈ ചോദ്യം ഇന്ന് നയതന്ത്ര വിദഗ്ധരുടെ മാത്രം ചോദ്യമല്ല, സാധാരണ ഇന്ത്യക്കാരുടെയും മനസ്സിൽ ചോദിക്കുന്ന ഗൗരവമുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇവിടെയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളിൽ മനസ്സിൽ ഉയരുന്ന ഒരു വലിയ സംശയം ഉയർന്നു വരുന്നത്. അത് മറ്റൊന്നുമല്ല, രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? തെരഞ്ഞെടുപ്പ് ജയിക്കലാണോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കലാണോ? അതായത് സ്വതന്ത്ര സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ തൂണുകളായിരിക്കേണ്ടടുത്ത് സർക്കാരിന്റെ ഉപകരണങ്ങളായി മാറിയോ എന്ന വലിയ സംശയം. ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. SIR പോലുള്ള സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചോ എന്ന ആരോപണങ്ങൾ. ഇവയെല്ലാം ചേർന്നാണ് സുഹൃത്തുക്കളെ വോട്ട് ചോരി എന്ന വലിയ സംശയം. വോട്ട് ചോരി എന്ന വലിയ സംശയം ഇന്ന് ഇന്ത്യയിൽ അതിശക്തമായി പടരുകയാണ്. സുഹൃത്തുക്കളെ, ഈ വോട്ട് ചോരി എന്നത് രാഷ്ട്രീയക്കാരുടെ മാത്രം പ്രശ്നം പോലെ ഇപ്പോൾ നമുക്ക് തോന്നാം. പക്ഷെ നാളെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ലാതാകുമ്പോൾ അപ്പോഴായിരിക്കും അത് നമ്മുടെ പ്രശ്നമായി മാറുന്നത്. അവിടെ നിന്നാണ് ഈ ചോദ്യം സാധാരണ ജനത്തിന്റെ ജീവിത ചോദ്യമായി മാറുന്നത്.
അപ്പോൾ വീണ്ടും ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ അതേ ചോദ്യം ഉയർന്നു വരും. ഭരണമാറ്റം ഉണ്ടായാൽ ആദ്യം അറസ്റ്റ് ആരെ? സുഹൃത്തുക്കളെ, ചരിത്രം നമ്മളോട് പറയുന്ന ഒരു സത്യം ഒന്ന് തന്നെയാണ്. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു വലിയ മുഖം ആയിരിക്കില്ല. ആദ്യം അറസ്റ്റ് വീഴുന്നത് ഫയലുകൾ നീക്കിയവരുടെ മേലാവും, നിർദ്ദേശങ്ങൾ എഴുതി നൽകിയവരുടെ മേലാവും, ഏജൻസികളെ തെറ്റായ ദിശയിലേക്ക് നയിച്ചവരുടെ മേലാവും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുറിവേൽപ്പിച്ചവരുടെ മേലാവും ആദ്യ അറസ്റ്റ് വീഴുന്നത്. കാരണം തെളിവ് വാക്കുകളിൽ കിട്ടില്ല, തെളിവ് എപ്പോഴും രേഖകളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആദ്യ അറസ്റ്റ് ആരെ എന്ന ചോദ്യം ഇന്ന് ഇന്ത്യയെ കുലുക്കുന്നത്. ഇതൊരാളെ വേട്ടയാടാനുള്ള ചോദ്യമല്ല, ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടും നിലനിൽക്കണമോ എന്ന ഏറ്റവും വലിയ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. നിയമം വീണ്ടും എല്ലാവർക്കും ഒരുപോലെയാകുമോ, അല്ലെങ്കിൽ മൗനം വീണ്ടും ജയിക്കുമോ? സുഹൃത്തുക്കളെ, അവസാനമായി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. 2026-27 ഇന്ത്യയിൽ ഭരണമാറ്റം വന്നാൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ആദ്യ അറസ്റ്റ് ആരെ എന്നതിൽ മാത്രം ഒതുങ്ങരുത്. അതിലുപരി ഇത്രയും കാര്യങ്ങൾ നടക്കാൻ എന്തുകൊണ്ട് അനുവദിച്ചു എന്ന ചോദ്യമാണ് രാജ്യം ഒന്നായി ഉയർത്തേണ്ടത്. ഈ ചോദ്യം ഒരാളെ ലക്ഷ്യമിടുന്നതല്ല, ഒരു പാർട്ടിയെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നതുമല്ല. ഇതൊരു രാജ്യത്തിന്റെ മനസാക്ഷിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് സത്യമായി മറുപടി കിട്ടിയാൽ ആരാണ് അറസ്റ്റിലാകേണ്ടത് എന്ന്, അല്ലെങ്കിൽ ആരാണ് ഇതിനെല്ലാം ഉത്തരവാദിയെന്ന് ഇന്ത്യ എന്ന രാജ്യം തന്നെ സ്വയം തീരുമാനിക്കും. അത് പ്രതികാരത്തിന്റെ തീരുമാനമല്ല സുഹൃത്തുക്കളെ, അത് ഉത്തരവാദിത്വത്തിന്റെ വിധിയാണ്. സുഹൃത്തുക്കളെ, ഈ വലിയ വിഷയത്തിൽ നിങ്ങൾ എനിക്കൊപ്പമാണോ എതിരാണോ എന്നതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഈ ഒരു ചോദ്യം നിങ്ങളെ അലോസരപ്പെടുത്തിയോ എന്നുള്ളതാണ്. ഒരു നിമിഷമെങ്കിലും നിങ്ങളെ ഈ ചോദ്യം ചിന്തിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മതേതരത്വ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില പ്രത്യേക മതക്കാർക്ക് മാത്രമേ പ്രവേശിക്കാവൂ എന്ന വലിയ ബോർഡുകൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റു മതക്കാർ അവിടെ പ്രവേശിച്ചാൽ എന്താണ് ശിക്ഷ എന്നെനിക്കറിയില്ല. ആരാണ് നമ്മുടെ ഇന്ത്യയെ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്? അപ്പോഴാണ് സുഹൃത്തുക്കളെ വീണ്ടും പഴയ ചോദ്യം ഉയർന്നു വരുന്നത്. 2026-27 ഭരണം മാറ്റം നടന്നാൽ ആരാകും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത്? അല്ലെങ്കിൽ ഏത് സംവിധാനമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടത്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും അറിയിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വ്യക്തമായി പരിശോധിക്കും. നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.